ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും. ആത്മീയ സമ്പത്ത് നേടുന്നത് ആത്മജ്ഞാനികളാണ്. ആത്മീയ ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ഏതൊരു അറിവും എക്സ്പീരിയൻസിലൂടെ എടുത്ത് സ്വന്തമാക്കുന്നവരാണ് ജ്ഞാനികൾ. ഒരു എക്സാമ്പിൾ നമ്മൾ ചിന്തിച്ചാൽ, നമ്മളിപ്പോൾ ദാരിദ്ര്യം എന്താണെന്ന് പുസ്തകം വായിച്ച് പഠിച്ചാൽ നമ്മൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ അത് അതിൻ്റേതായ ആഴത്തിൽ മനസ്സിലാകൂ. ആ അറിവ് സ്വന്തം എന്ന് പറയാനും സാധിക്കൂ. നമ്മൾ വായിച്ചും പഠിച്ചും നേടുന്ന അറിവ് വെറും ഒരു അറിവ് മാത്രമാണ്, ഒരു നോളജ് അഥവാ ഒരു ഡേറ്റ, ഇൻഫർമേഷൻ മാത്രമാണ്. എന്നാൽ ഏതൊരറിവും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറിവ് നമ്മുടെ സ്വന്തമായി മാറി. ഏതൊരറിവും സ്വന്തം ആയി കഴിയുമ്പോഴാണ് അതിനെ ജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ ജ്ഞാനം സ്വീകരിക്കുന്നത്, ജ്ഞാനിയായി തീരുന്നത് ആ അറിവ് നേടാൻ എക്സ്പീരിയൻസ് എടുക്കാൻ നമ്മളെ സഹായിച്ച വ്യക്തികളോട് മനസ്സിൽ സ്നേഹവും ആദരവും തോന്നുമ്പോഴാണ്, അത് തിരിച്ചറിയുമ്പോഴാണ്. പക്ഷേ ജീവിതത്തിൽ ഇത്തരം എക്സ്പീരിയൻസ് നമ്മളെ എടുക്കാൻ സഹായിച്ച അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിച്ച ആളുകളോട് നമ്മൾക്ക് പലപ്പോഴും വെറുപ്പാണ് തോന്നാറ്. അവരെ നമ്മൾ നെഗറ്റീവ് പീപ്പിൾ എന്നാണ് പറയാറ് പലപ്പോഴും. ആ വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം സങ്കടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ കാരണമാണ് ഞാൻ ഇത്രയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, അവരെന്നെ സഹായിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത് എന്നൊക്കെ അവരോട് നമുക്ക് വെറുപ്പാണ് തോന്നാറ്. ഓരോ കാലഘട്ടങ്ങളിലാണ് ഇത്തരം ഹാർഡ് എക്സ്പീരിയൻസ് എടുക്കാൻ അവർ നമ്മളെ സഹായിക്കുന്നത്. ശൈശവത്തിലും ബാല്യത്തിലും നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെയായിരിക്കും ഇതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ ഓരോ അറിവും നമ്മൾ എക്സ്പീരിയൻസായി എടുത്ത് നമ്മുടെ സ്വന്തമാക്കുന്നുണ്ട് ആ സമയങ്ങളിൽ. അതിന് നമ്മളെ ഒരുപാട് വ്യക്തികൾ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ആ തിരിച്ചറിവ് വരുന്നുവോ, ആ തിരിച്ചറിവ് വരുന്നുവോ അവരോടുള്ള വെറുപ്പ് മാറി അവരോട് സ്നേഹവും ആദരവും നമ്മുടെ മനസ്സിൽ തോന്നുന്നുവോ അന്നാണ് ഒരു വ്യക്തി ജ്ഞാനിയായി മാറുന്നത്. വായിച്ചും പഠിച്ചും നേടുന്ന ഒരറിവും നമ്മുടെ സ്വന്തമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പീരിയൻസ് എടുത്ത് അനുഭവത്തിലൂടെ സ്വന്തമാക്കിയാൽ മാത്രമാണ് ആ അറിവ് നമ്മുടെ സ്വന്തമെന്ന് പറയാൻ സാധിക്കൂ. ഭൗതിക ശരീരവും ഭൗതികമായ അറിവും ഒരു മഴ പെയ്ത് തോരുന്ന ഒരു ലാഘവത്തോടെ അങ്ങ് മാഞ്ഞു പോകും. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് എടുത്ത സ്വന്തമാക്കിയ അറിവുകൾ, അത് ജ്ഞാനം, വിസ്ഡം എന്ന് പറയും, ആത്മാവിൻ്റെ കൂടെ അനന്തമായി തുടരും. അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളവരാണ് ഈ നെഗറ്റീവ് പീപ്പിൾ. ആ എക്സ്പീരിയൻസിലൂടെ ഓരോ അറിവും നമ്മുടെ സ്വന്തമാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളവരാണ്. അവരത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാവാം, ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, ആരുമാകാം. നമ്മൾ പക്ഷേ ഭൗതികത്തിൽ നമ്മളെ എന്തെങ്കിലും സഹായം ചെയ്യുന്നവരെയാണ് നമ്മൾ പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് പീപ്പിൾ തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഭൗതികത്തിൽ സഹായിക്കുന്നവർ, ഒരു വ്യക്തി ഒരുപാട് സഫറിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ തളർന്നു പോകാം. ആ സമയങ്ങളിൽ ഓടി വന്ന് നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മളെ ഭൗതികത്തിൽ സഹായിക്കുന്ന വ്യക്തികൾ. അവരെ നമുക്ക് പോസിറ്റീവ് പീപ്പിൾ എന്ന് തന്നെ പറയാം. എന്നാൽ കൂടുതൽ നമ്മളെ ആത്മജ്ഞാനികളായി മാറ്റാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് പീപ്പിൾ തന്നെയാണ്. നമുക്ക് സഫറിങ് തരുന്നവരാണ്, നമുക്ക് ബുദ്ധിമുട്ട് തരുന്നവരാണ്, നമ്മളെ കളിയാക്കുന്നവരാണ്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം ഒക്കെ പ്രകടിപ്പിക്കുന്നവരാണ്. അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ആദരിക്കേണ്ടത്. അവരോട് നേരിട്ടിപ്പോൾ പ്രകടിപ്പിക്കണമെന്നില്ല. അവരോട് നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹവും ആദരവും നന്ദിയും ഉണ്ടായാൽ മാത്രം മതി. ആ നിമിഷം നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും പകയും ദേഷ്യവും എല്ലാം നമ്മളെ വിട്ടു പോകുന്നത് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോഴാണ് നമ്മളെ ജ്ഞാനികളായി മാറുന്നത്. ഇനി എങ്ങനെയാണ് ആത്മീയ സമ്പത്ത് വളരെ ശ്രേഷ്ഠമാകുന്നത്? സമ്പന്നനായ ഒരാൾക്ക് ലോക സാഹിത്യത്തിലെ എല്ലാ അറിവിൻ്റെ പുസ്തകങ്ങളും അവന് വാങ്ങിക്കാം, അത് വാങ്ങിച്ച് വായിക്കാം, അവൻ്റെ ഷെൽഫിൽ അത് ഭംഗിയായി അടുക്കി വയ്ക്കാം, സമയമുള്ളപ്പോൾ അത് വായിച്ച് അറിവ് നേടാം. പക്ഷേ ഒരു ആത്മജ്ഞാനി അവർ സ്വയം ഒരു ലൈബ്രറിയായി മാറിക്കഴിഞ്ഞവരാണ്. അവർ തന്നെ ഒരു ലൈബ്രറിയാണ്.
ജ്ഞാനത്തിൻ്റെ ലൈബ്രറി, അതായത് എക്സ്പീരിയൻസിലൂടെ അറിവിനെ സ്വന്തമാക്കിയവർ. അപ്പോൾ അവരൊരു വലിയ ലൈബ്രറി തന്നെയായി മാറിക്കഴിഞ്ഞവരാണ്. എന്നാൽ കൂടുതലും വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കും അത്തരക്കാർ. അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അവർ മഹാത്മാക്കളായിരിക്കാം, പക്ഷെ വളരെ ലളിതമായി നമ്മൾക്ക് മുമ്പിലൂടെ ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കാം. അവരെത്ര വലിയ പദവിയിലുള്ളവരായാലും സമ്പന്നരായാലും വളരെ ലാളിത്യമുള്ളവരായിരിക്കും, അപ്രോച്ചബിളായിരിക്കും. എവിടെയാണെങ്കിലും അവരുടെ ആ ഒരു ലാളിത്യത്തിന് കുറവുണ്ടായിരിക്കില്ല. പലപ്പോഴും എന്നാൽ കൂടുതൽ നമ്മുടെ മുമ്പിലൂടെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് നടക്കുന്നവരാണ് പലരും. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ ധ്യാനം ഒക്കെ ചെയ്ത് നമ്മളും ആ ഒരു അറിവിൻ്റെ ആ ഒരു തലത്തിലേക്ക് ജ്ഞാനം നമ്മൾക്കും കുറച്ച് സ്വന്തമാകുമ്പോൾ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മൾക്ക് മുമ്പിൽ ലളിത ജീവിതം നയിക്കുന്ന പലരും മഹാത്മാക്കളാണെന്ന തിരിച്ചറിവ് ഉണ്ടാവുക. അപ്പോഴാണ് മനസ്സിലാവുക അവരാണ് യഥാർത്ഥ ജ്ഞാനികൾ യഥാർത്ഥ ആത്മീയ സമ്പന്നർ എന്നുള്ളത്. ആത്മാവ് അനന്തമാണ്. ആത്മാവ് നേടുന്ന ജ്ഞാനവും ആത്മാവിൻ്റെ കൂടെ അനന്തമായി തുടരും. ഭൗതികമായി നമ്മൾ നേടുന്ന ഓരോ അറിവും നമ്മുടെ ഈ ഭൗതിക ലോകം വിട്ട് സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ നേടുന്ന ആത്മജ്ഞാനം മാത്രമാണ് ആത്മാവിൻ്റെ കൂടെ അനന്തമായി സഞ്ചരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയ സമ്പത്ത് നേടുക, ജ്ഞാനികളാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രേഷ്ഠമാണ്. ആത്മീയ സമ്പത്ത് തന്നെയാണ് ശ്രേഷ്ഠം. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം.